ഇനി ഇങ്ങോട്ടേക്ക് പറ്റി കുറെ റൈഡും ഇതിപ്പോ ഇവിടെ വേറൊരുക്കും പറ്റിക്കില്ല. ഇതേപോലെ തന്നെ വേറൊരു മിസ്സാ കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തിക്കോടി ബീച്ചാണ്. അപ്പോൾ ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം നമ്മുടെ ഫാമിലി ആയിട്ട് അങ്ങോട്ട് വന്നിരിക്കാം. നമ്മളിപ്പോ ഓപ്പണിംഗ് എന്താന്ന് തുടങ്ങിയതാ. ഓപ്പണിംഗ് എത്ര ദിവസം വരെ ഉണ്ട് പരിപാടി? ഇവിടെ 15 ദിവസം. അഞ്ച് വലിയ ആളും ഒരു ചെറിയ ആളും. ചെറിയ ആൾക്ക് ചേഞ്ച് ചേഞ്ച് വേണം. എത്രയാ വേണ്ടത്? 30. 1 സെക്കൻഡ്. എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് പറ്റി കുറെ റൈഡും വേറെ എന്തൊക്കെയോ കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ചെറിയ കുട്ടിയുണ്ട്. ചെറിയ കുട്ടി ഇതിപ്പോ ഇവിടെ വേറൊരുക്കും പറ്റിക്കില്ല. ഇതേപോലെ തന്നെ വെറുതെ ശ്രദ്ധിക്കാണ്ട് ഓരോന്നും ചെയ്യാണ്. ഞാൻ പൈസ കൊടുത്താണ് അവിടുന്ന്. അല്ല, ഇവിടുന്ന് ഒരാൾക്ക് ഇതുപോലെ തന്നെ സംഭവിച്ചില്ലല്ലോ. നേരത്തെ മുന്നിൽ പോയവരും അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞേ? സാരല്ല, എടുക്കും. ഇത് എടുത്തോ. എടുക്കുന്നവര് സൂക്ഷിച്ചോ. ഓരോട് മറ്റേ ഇത് പറയണേ, പൈസന്റെ കാര്യം. സരള പൈസ അല്ലാടെ വാങ്ങി. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ വോയിസ് ഒന്നും റെക്കോർഡ് ആയിട്ടില്ല. അപ്പോൾ ഞാനൊരു വോയിസ് ഓവർ ചെയ്യാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം 6 പേർക്കുള്ള ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പക്ഷേ വന്ന ടിക്കറ്റ് ഒരാളുടെ അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അവരെ കയ്യിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനായിട്ട്. അവരെ കാണിക്കണം. അപ്പോൾ അവരെ കാണിച്ച സമയത്ത് അവർ 5 ടിക്കറ്റേ ഉള്ളൂ, 6ാമത്തെ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ഞങ്ങൾ 6 ടിക്കറ്റ് എടുത്താണ്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവർ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് തൊട്ട് മുന്നിൽ വന്നിട്ടുള്ള ആളോട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ 2-3 അനുഭവമാണെന്ന് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടീനെ ടിക്കറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ പാരൻസിനെ ഉള്ളിലേക്ക് വിട്ടിട്ട് കുട്ടീനെ അവിടെ പിടിച്ചു വെച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ് അവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവരായിട്ട് കുറച്ചൊരു തർക്കത്തിലൊക്കെ ഏർപ്പെടേണ്ടി വന്നു. അവസാനം ഞങ്ങൾ വീണ്ടും വെറുതെ, സത്യം ഞങ്ങളുടെ ഭാഗത്താണെന്ന് അറിയാം, എന്നാൽ കൂടി വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് വീണ്ടും ടിക്കറ്റ് എടുത്തു.
ഒരാൾക്ക് 50 രൂപ, ചെറിയ 10 വയസ്സിലുള്ള കുട്ടിക്ക് 30 രൂപ കാര്യം. അപ്പൊ ഇതിന്റെ റൈഡിലും കയറാനും വേറെ എക്സ്ട്രാ വെച്ച് കൊടുക്കണം. ശരിക്കും എന്തിനാ അവര് ഇങ്ങോട്ടേക്ക് കടത്താൻ ടിക്കറ്റ് വാങ്ങിയത് ഇതുവരെയായിട്ട് മനസ്സിലാക്കിയില്ല. ഫ്രണ്ടിൽ കുറച്ച് കിളികളെയും ഒക്കെ ഒരു പ്രതിമയാണോ ആ കിളികളൊക്കെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. എവിടെ തന്നെയാണ് സ്ഥലം വരുന്നത്? പിള്ളേരുണ്ട് പേരാണ്ടിന്റെ വടകര. എങ്ങനെയുണ്ട് റേറ്റ് വരുന്നത്? 7,500 മുതൽ സ്റ്റാർട്ടിങ്. ഇങ്ങനെ പോയിട്ട് പോയി ഇൻസ്റ്റാളേഷൻ ഇല്ലായിട്ട് വെള്ളം ഇങ്ങനത്തെ ടൈപ്പിന്റെ ഒക്കെയോ? ചെറുതൊക്കെ 7,500 മുതൽ വരും. പിന്നെ അങ്ങോട്ട് 11-12 എല്ലാം വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യാറ്. അല്ലാണ്ട് ചെറിയ ടൈപ്പിന് എങ്ങനെ വരുന്നത്? കുടിക്കാൻ മാത്രമായിട്ട് 7,500 മുതൽ സ്റ്റാർട്ടിങ്. ഇങ്ങനെ വാറണ്ടി? അത് 1 ഇയർ വാറണ്ടി വരും. അതിനടുത്ത് സർവീസ് എല്ലാം ഫ്രീ ആണ്. ഫിൽറ്ററിന് എങ്ങനെ ചാർജ് ചെയ്യുന്നത്? ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തതിന് വർഷത്തിൽ ഒരു 1,500. ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു കൂപ്പണാണ്. അവിടെ ഉണ്ട് ഇപ്പൊ പെട്ടി, അവിടെ ഉണ്ട് പെൻ. അത് അവിടെ പേരും പേജിൽ അവൈലബിൾ അവിടെ ഉണ്ടോ? പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് തിരിച്ചു വരുന്നത്. ഇങ്ങോട്ട് വരാനിരിക്കുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല കേട്ടോ. ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എടുക്കുന്ന ചാർജ്, ഇപ്പോൾ ടിക്കറ്റിന് 50 രൂപ എന്ന് പറയുമ്പം ആ 50 രൂപയ്ക്ക് കാണാൻ എന്തെങ്കിലുമൊക്കെ വേണം. അതൊന്നും ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ബേർഡ്സിൻ്റെ കുറച്ച് മോഡൽസ് അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വല്ല എക്സിബിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ഒന്നും അതിനുള്ളിൽ കാണാനില്ല. അപ്പം ആ പൈസയ്ക്ക് ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാനുള്ള എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ വെക്കണമായിരുന്നു. അതിവിടെ ഇല്ല. പിന്നെ അവിടെയുള്ള ആ ടിക്കറ്റ് വാങ്ങുന്ന ആ ഒരു ലേഡി, അവരുടെ
കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള നമ്മൾ പോകുന്ന ആൾക്കാരുടെ അടുത്തുള്ള അവരുടെ പെരുമാറ്റം ഒട്ടും ശരിയല്ല. അത് ഞങ്ങൾക്ക് മാത്രമല്ല, അവിടെ നിന്ന് അവർ പല ആളുകളോടും പെരുമാറുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവരുടെ. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചു പോകാം.